ദൈവവുമായിട്ടുള്ള ബന്ധം എന്താ? നിത്യത വരെയുള്ള ബന്ധമാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. കാര്യം ഇവിടെ വെച്ച് ഈ അകലം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുണ്ട് കൈ ഇരിക്കണുണ്ടല്ലേ, വി പോലെ കൈ ഇരിക്കണുണ്ടല്ലേ, ഈ വി പോലെ കൈ ഇരിക്കണ എൻ്റെ വിരലും കണ്ട് നീണ്ടു വരികയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ എൻ്റെ വിരൽ നീണ്ടാനുള്ള അവസ്ഥ എന്താണ്? ഒരു വിരൽ അങ്ങോട്ടും പോകും, ഒരു വിരൽ അങ്ങോട്ടും പോകും, ഒരിക്കലും സന്ധിക്കത്തില്ല. ദൈവവുമായിട്ട് അകന്ന അറ്റം വരുമ്പോൾ ഭയങ്കര വെറുത്തായിരിക്കും. എന്താ അത് തന്നെയല്ല, അങ്ങനെ അകൽച്ച ഉണ്ടാകണ തന്നെയല്ല, മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ആരോടാ പറഞ്ഞത്? ധനവാനോട് പറഞ്ഞില്ലേ ദൈവം, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മഹാഗൃത്തമാണല്ലോ എന്ന്. പണിയായിപ്പോയി. അപ്പം ലൂക്കായുടെ 16:26 എന്താ പറഞ്ഞിരിക്കണത്? ധനവാനുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അവസാനം സംസാരിക്കുമ്പോൾ എന്താ പറയണത്? പണ്ടാര അകൽച്ചയായി പോയല്ല, അവന് പണി നടക്കത്തില്ലെന്ന്. ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല, ഇവിടുന്ന് അങ്ങോട്ട് വരാനും പറ്റത്തില്ല. എന്താണ്? അകന്നു പോയെന്ന്. അനന്തമായ അകൽച്ചയിൽ പോയി. ഭൂമി വെച്ച് അകന്ന നിത്യതയോളം അകന്ന്. അതുകൊണ്ടാണ് ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് പറയുന്നത്. എൻ്റെ മക്കളെ, എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്ത് നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അച്ഛാ പറ്റി പറഞ്ഞാലും ശരി, ഇക്ഷ എണ്ണിയാലും ശരി, എളിമയോടെയും വിനയത്തോടെയും കർത്താവിന് തിരുസനെ നിൽക്കണം. എളിമയാണ് പ്രശ്നം. നമ്മൾ വിശ്വാസ ജീവിതം എന്ന് പറയണില്ലേ, വിശ്വാസ ജീവിതം എവിടുന്ന് വരണതാ? വിശ്വാസ ജീവിതം വന്നത് എളിമയെന്നാണ്. വിശ്വാസ ജീവിതം എവിടുന്നാണ് വരണത്? വിശ്വാസ ജീവിതം പൂക്കണ എപ്പോഴാണ്? എളിമയെന്നാണ് അത് പൂക്കണത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാളെ ദൈവമായിട്ട് സ്റ്റണ്ട് വെക്കും. എന്താ? ഞാൻ ഉടമ്പടി ചെയ്ത് 3 മാസം കഴിഞ്ഞ്. ഇപ്പം 3 മാസം കഴിഞ്ഞിട്ടും ചില ആൾക്കാരുടെ ചില വിഷയത്തിൽ ഒരു തീരുമാനമില്ല. ചില ആൾക്കാർക്ക് 5 കാര്യവും നടന്നിട്ടുണ്ട്. അപ്പോൾ തീരുമാനം ഇല്ലാത്തവർ എന്താ പറയണത്? ഞാൻ എന്തുമാത്രം ഉപവസിച്ചു, ഇല്ലേ, ഞാൻ എന്തുമാത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. ഇങ്ങനെ എണ്ണിപ്പെരുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധി നീ ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നീ ദൈവത്തോട് വാഗ്വാദം വിലപേശൽ നടത്തും. വിലപേശലെന്ന് പറയുമ്പോഴേ ആ വിലപേശ തുടങ്ങണേ എങ്ങനെയാണ്? ഞാനെന്ന് പറഞ്ഞാൽ അല്ലേ? എന്നെപ്പോലെ ഉപവസിക്കാത്തവരുണ്ട്, എന്നെപ്പോലെ ദാനധർമ്മം ചെയ്തിട്ടില്ല മറ്റുള്ളവർ. ഇങ്ങനെ ഞാനെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും ദൈവം എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന രീതിയിൽ നീ ദൈവത്തോട് ഒരു പരിഭവം കാണിക്കുമ്പോൾ ആ പരിഭവത്തിൻ്റെ പിന്നിൽ വരണത് എന്താണെന്നറിയാവോ? അഹങ്കാരമാണ് വരുന്നത്. അല്ല, പരിഭവത്തിൻ്റെ പിന്നിൽ വേറെ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിലുള്ളത് ആ പരിഭവത്തിൻ്റെ പിന്നിൽ നീ ഇത്രയും ഇന്ന രീതിയിൽ ഇത്രയും ദൈവത്തിന് വേണ്ടി ചെയ്തിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നടന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ കൂട്ടി പറയുന്നതല്ല, ഒരു അഹങ്കാരത്തിൻ്റെതാണ്. നീ അഹങ്കാരിയാണെന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു വിനയം കീപ്പ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് പറയുകയാണ്. പക്ഷെ അതിന് സഹായിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് പറഞ്ഞ ലില്ലിക്കുട്ടി, നീ ഇങ്ങനെ പറയണ്ട, കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ സെറ്റ് ചെയ്യട്ട. കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ. ഇപ്പോൾ ഒരു സാക്ഷി ഇവിടെ കേട്ടില്ലേ, ആ PSC ഇടുക്കി ലിസ്റ്റ് ക്യാൻസൽഡാണ് ശരിക്കും പറഞ്ഞു. കാര്യം അവരുടെ അടുത്ത് എന്താണ്, മെയിൻ ലിസ്റ്റിൽ അവരില്ലല്ലോ. അവർ മെയിൻ ലിസ്റ്റിലില്ല. അവർക്ക് ജോലി കൊടുക്കേണ്ട ഒരു കാര്യമില്ല എൻ്റെ അടുത്ത്. അവർ മെയിൻ ലിസ്റ്റിലില്ല. അവർ നന്നായിട്ട് പഠിച്ചിട്ടില്ല, പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അവർ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ലിസ്റ്റിലാണ് കിടക്കുന്നത്. 2ാമത്തെ ലിസ്റ്റിലാണ് കിടക്കുന്നത്, സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. അങ്ങനെ വരുമ്പോഴെന്താ പ്രശ്നം വെക്കേണ്ടത്? ഈ സപ്ലിമെൻ്റ് ലിസ്റ്റിലാണ് നീയെങ്കിലും നിൻ്റെ കർത്താവ് വിചാരിച്ചാൽ മെയിൻ ലിസ്റ്റിൽ കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ ഒപ്പത്തിൽ നിന്നെ കൊണ്ടുവരാൻ കഴിയും. കൈ അടിച്ച് കർത്താവ് ആ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണം, എന്താ കാര്യം? അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണെന്ന്. നീ ആദ്യമേ കയറി നിരാശപ്പെടും. ഒരു വിഷയം ഇപ്പോൾ തന്നെ ഈ മകൾ അവിടെ നിന്ന് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, എൻ്റെ മേടയിൽ നിന്ന് ഇറങ്ങി, എൻ്റെ കർത്താവിൻ്റെ ആൾക്കാരിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ അവളെ കൈയടിച്ച് വിളിച്ചു, മോളെ ഇങ്ങോട്ട് വന്ന്. ഞാൻ കർത്താവിനെ നോക്കി, അമ്മനെ നോക്കി. കാര്യം എന്താ? താങ്ങാൻ പറ്റത്തില്ല ആളിനെ. ഇപ്പം സഹായിക്കാൻ പറയും. അപ്പം അവസാനം പറഞ്ഞ്, നീ ഇത് നോക്കണ്ട, ഇത് കർത്താവിൻ്റെ നാമത്തിൽ ഇത് ബെൻഡിങ് വെച്ചിരിക്കുക. അഭിഷേക അധികാരമല്ലേ, കർത്താവിൻ്റെ ജോലിയല്ലേ ചെയ്യണത്. ഈ നിങ്ങൾക്ക് പ്രളയകാലം വന്ന കാലത്ത് എൻ്റെ കാല് മുഴുവൻ നീരായിട്ട് ഞാൻ കാലും മുളി വെച്ച് കിടക്കിയിരുന്നു ആ ദിവസങ്ങളിലെല്ലാം. അപ്പോഴും
ആ കാലങ്ങളെല്ലാം ഞാൻ നിന്ന് തന്നെ ഇവിടെ താമസിച്ചു. ഞാനത് റെസ്റ്റ് എടുത്തില്ല. കാലം മുഴുവൻ നീര് കയറിയിട്ടും തുടവരെ നീര് പോയി വന്നിട്ട് ഞാൻ റെസ്റ്റ് എടുത്തില്ല. ഇവരെല്ലാം എന്നോട് പറയുന്നുണ്ട്, അച്ഛാ കിടക്ക് പോയി കാലം മുകളിൽ വെച്ച് കിടക്കുമെന്ന് പറയും. ഞാൻ കിടക്കണ സമയമാകുമ്പോൾ കിടക്കും. ഈ പാലക്കാട് നിന്നും ട്രിവാൻഡ്രത്തൊക്കെ വന്ന ആൾക്കാരോട് വരുമ്പോൾ നമ്മളവരെങ്ങനെയാണ് വെറും കൈയോടെ പറഞ്ഞു വിടണത്? ഇരുന്ന കൗൺസിലിംഗ് തീരത്തില്ലേ. ഇപ്പം 120 പേരൊക്കെ വരണത്. നമ്മളൊരു 5 മിനിറ്റ് 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ പോലും സന്ധ്യക്കേ തീരത്തുള്ളൂ. അപ്പോൾ ഇരുന്ന് കൊണ്ട് തീരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കർത്താവിനെ പറയാം, കർത്താവ് നിന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ, നിൽക്കാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ കർത്താവിൻ്റെ ചുമതലയല്ലേ എൻ്റെ കാലം നീര് മാറ്റി തരേണ്ടത്. പക്ഷെ കൊന്നെന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യത്തില്ല. കർത്താവ് പറയും, ഞാനും നീരെടുത്ത് കിടക്കരുതെന്ന് ഇവിടെ, നീ എവിടെ ഇരുന്ന് ചോദിക്കും. ഹെറോദസിൻ്റെ ആ അരമനെ തൊട്ടത് കൊള്ളണ തല്ലാണ്. രാവിലെ കുരിശുന്ത് 10 മണിക്കാണ് കുരിശ് യാത്ര തുടങ്ങണത്. അപ്പോൾ മോന്തൊക്കെ തവളയുടെ മോന്ത പോലെ ഇരിക്കുകയായിരുന്നു. തവളയുടെ അടികൊണ്ടിട്ട് അവർ അടിച്ച് അപ്പോൾ വഴിയെ നോക്കിയോ വായി നോക്കി പടളക്കാരൻ വരെ കയറി പെരുക്കിയതാ. മുൾക്കിടം വെച്ച് താഴെ കുത്തി ഇറക്കിയതാ. അതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നീര് വെച്ച് വല്ലാണ്ടൊരു പരുവത്തിൽ നിൽക്കുകയാണ്. ഐസയ്യ 800 കൊല്ലം മുമ്പ് ഈ കാഴ്ച കണ്ടിട്ട് നിന്ന് വിറച്ച്. ഐസയ്യ ചുണ്ട് വിറച്ചോണ്ടൊരു വാക്ക് പറഞ്ഞ്, അവനെ കണ്ട മനുഷ്യനൊന്നും പോലും തോന്നത്തില്ലല്ലോ എന്ന് 53-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ടത്. ഒന്നത് കാരണം ഒന്നും കർത്താവിന് പറയാൻ പറ്റത്തില്ല. കർത്താവ് തിരിച്ചു പറയും, എന്നെ കണ്ട മനുഷ്യരെന്ന് പോലും കാണാത്ത രീതിയിൽ നീരടിച്ചാണ് ഞാൻ നിന്നെയൊക്കെ രക്ഷപ്പെടുത്തിയെന്ന് പറയും. പിന്നെന്താ കർത്താവിനോട് തർക്കിക്കാൻ എങ്ങനെ പറ്റും? ഈ ലോകത്തിന് താർക്കികം വരട്ടെ എന്നല്ലേ പൗലോസ് പറയണത്. ഈ ലോകത്തിന് താർക്കികം വരട്ടെ. ദൈവത്തോട് തർക്കിക്കാൻ വന്നവർ ആരുണ്ടെന്ന്? ദൈവത്തിലെ എനിക്കോ നിനക്കോ ഒരു അനുഗ്രഹം താമസിച്ചു പോയാൽ എനിക്കും നിനക്കും കർത്താവിനോട് തർക്കിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? അവന് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റും. അവൻ നൽകുന്നവനാ. അവൻ്റെ ചരിത്രം നൽകിയ ചരിത്രമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്കറിയാവുന്ന കാലം മുതൽ ഇന്ന് വരെ. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ. നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയെന്ന് പറയുമ്പോൾ എന്താണ് പറയണത്? റോമ 8:32 പറയണത് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ ഏകജ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചെന്ന് യോഹന്നാൻ 3:16 വീണ്ടും പൗലോസ് പറയണത്. യോഹന്നാനും പൗലോസും കൂടി റിലേ കളിയാ. ചില സമയത്ത് ഒരാളുടെ കൈ വടിയടിക്കുമ്പോൾ ചില സമയത്ത് യോഹന്നാൻ അത് പൗലോസിന് കൈമാറും, പൗലോസ് അത് യോഹന്നാന് കൈമാറും. നമ്മളെ കർത്താവിനെ പഠിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടുന്ന അപ്പോസ്തലന്മാരെ കണ്ട് നമുക്ക് അഭിമാനം തോന്നും. പൗലോസും യോഹന്നാനും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്, നമുക്ക് യേശുക്രിസ്തു നൽകിയവനെന്ന്. റോമ 8:32 പറയുമ്പോൾ എന്താണ് യോഹന്നാൻ പൗലോസ് പറയണത്? അവരോട് കൂടി സമസ്തവും നമുക്ക് നൽകത്തില്ലേ എന്ന്. പ്രൈസ് ദി ലോർഡ്. എല്ലാ വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേയാണെന്ന്. 1 കൊറിന്ത്യസിൻ്റെ നമ്മൾ 1:20 വായിക്കുമ്പോൾ പൗലോസ് പറയും എല്ലാ 2 കൊറിന്ത്യസ് 1:20 പറയും. എന്താ പറയണത്? എല്ലാ വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേയാണെന്ന്. അതിന് പകരം പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, കൊളോസ്യസ് 3:11, യേശുക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കൈയടിച്ച് കർത്താവ്